വൈൽഡ് ലെസൺസ് എപ്പിസോഡ് 29 നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. 28 ഞാൻ പറഞ്ഞിരുന്ന സാഗർ കീ എന്ന എക്സസൈസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കാണും. പൊസിഷൻസ്, അതേപോലെ തന്നെ സ്കെയിൽസ്. ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് സ്റ്റക്കാറ്റോ ബേസ് ചെയ്ത്. എന്താണ് സ്റ്റക്കാറ്റോ? സ്റ്റക്കാറ്റോ എന്ന് പറഞ്ഞാൽ ബോ കട്ട് ചെയ്യണം. അതായത് ലെഗാറ്റോ, സ്റ്റക്കാറ്റോ, ഇങ്ങനെ രണ്ട് ടൈപ്പാണ് ഉള്ളത്. ലെഗാറ്റോ എന്ന് പറഞ്ഞാൽ ബോയിങ് ആണ്. അതായത് നമ്മൾ രണ്ട് നോട്ട് ഇത് ലെഗാറ്റോ മോഡലാണ്. ഇത് തന്നെ സ്റ്റക്കാറ്റോ മോഡൽ വരുമ്പോഴേക്കും ഈ എക്സസൈസ് ഞാൻ നേരത്തെ ഒരെണ്ണം പഠിപ്പിച്ചിട്ടുള്ളതാണ്. സ്റ്റക്കാറ്റോ ബേസ് ചെയ്ത് വരുന്ന ഒരു എക്സസൈസ്. ഏതായാലും ഇത് മെയിനായിട്ട് സ്റ്റക്കാറ്റോ ബേസ് ചെയ്തുന്ന കൊയവേഴ്സും അതുപോലെ തന്നെ ക്രോച്ചറ്റ്, സ്ലെറിങ് ഉണ്ട്. ഈ എക്സസൈസും കൂടി പ്രാക്ടീസ് ചെയ്യുക. ഞാനൊന്ന് വായിച്ച് കേൾപ്പിച്ച് തരാം. 1 2 3 4. നന്നായിട്ട് സ്റ്റക്കാറ്റോ കട്ട് ചെയ്ത് തന്നെ വായിക്കാനുള്ള ശ്രമം നടത്തണം. ഇതിൻ്റെ ഡൈനാമിക്സും ആർട്ടിക്കുലേഷൻസും ഒക്കെ ഉണ്ട്. അതെല്ലാം നമ്മൾ കുറച്ച് പഠിച്ചതിന് ശേഷം ആ പൊസിഷൻ്റെ താഴെ, ആ നൊട്ടേഷൻ്റെ താഴെ ആ ഡൈനാമിക്സും ആർട്ടിക്കുലേഷൻസും മാർക്ക് ചെയ്യും. ആ ഡൈനാമിക്സും ആർട്ടിക്കുലേഷൻസും വരുമ്പോൾ ഡൈനാമിക്സിലും ആർട്ടിക്കുലേഷൻസിലും കുറേ മോഡിഫിക്കേഷൻസ് നമുക്ക് ആ നൊട്ടേഷന് ചെയ്യാൻ പറ്റും. അതായത് വോളിയം കൂട്ടാൻ, അതുപോലെ തന്നെ വോളിയം കുറക്കാൻ, സോഫ്റ്റായിട്ട് വായിക്കാൻ, ഇങ്ങനെ പല മോഡിലുള്ള സിമ്പിൾസ് ഉണ്ട്. അതെല്ലാം ഗ്രാജ്വലി നമ്മൾ പഠിക്കും. ഏതായാലും ഈ എക്സസൈസ്, ഇപ്പോൾ നോർമൽ എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിംഗറിങ് പൊസിഷൻസ് ക്ലിയർ ആക്കാൻ വേണ്ടിയുള്ള എക്സസൈസാണ്. അത് ക്ലിയർ ആയതിനു ശേഷം ഡൈനാമിക്സും ആർട്ടിക്കുലേഷൻസും എന്താണെന്ന് നമുക്ക് പഠിക്കാം. ഡൈനാമിക്സും ആർട്ടിക്കുലേഷൻസും വെച്ച് വായിക്കുമ്പോഴാണ് ഒരു മെലഡി എങ്ങനെ അതിൻ്റെ ഫീലിങ്സ് നമുക്ക് വരുത്താൻ സാധിക്കുകയുള്ളൂ. ഏതായാലും നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടെ അടുത്ത നല്ലൊരു എപ്പിസോഡുമായി ഞാൻ വീണ്ടും എത്തും. അതുവരെ.